വിക്രമാദിത്യ കഥകൾ ഭാഗം 40. ജയസേനൻ ആ വ്യാപാരിയോട് ചോദിച്ചു, ഹേ വ്യാപാരി, സുഹാസിനി എന്ന രാജകുമാരിയുടെ വായിൽ നിന്നും ഉതിർന്നു വീഴുന്ന രത്നങ്ങൾ വിൽക്കുന്നത് നിങ്ങളാണോ? 2 എണ്ണം വാങ്ങാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്ത് വില വേണമെങ്കിലും ഞാൻ തരാം. അപ്പോൾ വ്യാപാരി പറഞ്ഞു, നിങ്ങൾ വന്ന നേരം ശരിയല്ല. ആ മുത്തുകൾ തീർന്നു പോയിട്ട് കാലം കുറയായി. ഇപ്പോഴൊട്ട് കിട്ടാനുമില്ല. അപ്പോൾ ജയസേനൻ ചോദിച്ചു, എന്തു പറ്റി? സുഹാസിനി മരിച്ചുപോയോ? മരിച്ചു എന്ന് പറഞ്ഞാൽ മുഴുവൻ ശരിയല്ല. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന രീതിയാണ് അവളുടെ ഇന്നത്തെ നില. മനസ്സിലായില്ല. എന്താണ് കാര്യം? വിരോധമില്ലെങ്കിൽ പറഞ്ഞു തരണം, കേൾക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ വ്യാപാരി പറഞ്ഞു, സുഹാസിനി ഇപ്പോൾ ഒരു മുനിയുടെ ഗുഹയിൽ തടങ്കലിൽ കഴിയുകയാണ്. മുനിയുടെ മന്ത്രശക്തിയാൽ അവളുടെ മാതാപിതാക്കളും നാട്ടുകാരുമൊക്കെ കല്ലുകളായി മാറിയിരിക്കുന്നു. ആ വ്യസനം കൊണ്ടാണ് അവൾ ചിരിക്കാത്തത്. അതിനാൽ മുത്തും കിട്ടാറില്ല. ജയസേനൻ വേതാളത്തിന്റെ പുറത്തു കയറി വാരണ നഗരത്തിലേക്ക് പുറപ്പെട്ടു. അവിടുത്തെ കാഴ്ചകൾ അദ്ദേഹത്തെ അത്ഭുത പരവശനാക്കി. രാജാവും രാജ്ഞിയും ജനങ്ങളും പക്ഷിമൃഗാദികൾ പോലും ശിലാരൂപങ്ങളായിരിക്കുന്നു. പട്ടണം മുഴുവൻ ചിത്രത്തിൽ എഴുതിയതുപോലെ കാണപ്പെട്ടു. പന്തടിക്കുന്ന കുട്ടികളും നീന്തിപ്പുളയുന്ന നാരിമാരും കവാത്ത ചെയ്യുന്ന ഭടന്മാരും എല്ലാം അതേ രൂപത്തിൽ തന്നെയുണ്ട്. ആരും അനങ്ങുന്നില്ലെന്ന് മാത്രം. ഈ മഹാപാതകത്തിന് കാരണക്കാരനായ മുനിയെപ്പറ്റി അറിഞ്ഞു വരുവാൻ ജയസേനൻ വേതാളത്തെ പറഞ്ഞയച്ചു. വേതാളം മടങ്ങി വന്ന ശേഷം അദ്ദേഹത്തെ ഒരു മലഞ്ചരിവിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ഒരു സന്യാസി ഒരു മഹായജ്ഞം നടത്തി വരുന്നുണ്ട്. സുഹാസിനിയെ ഉടലും ശിരസും വേർപെടുത്തിയിട്ട് അയാൾ ആ യജ്ഞത്തിന് വേണ്ടി പുറത്തു പോയിരിക്കുകയാണ്. ഗുഹാദ്വാരത്തിൽ തന്നെ രാജകുമാരി മരിച്ചു കിടക്കുന്നത് കണ്ട് വിക്രമാദിത്യൻ അവളെ ജീവിപ്പിക്കാനുള്ള മാർഗം വേതാളത്തോട് അന്വേഷിച്ചറിഞ്ഞു. വേതാളത്തിന്റെ ഉപദേശപ്രകാരം ഒരു പാത്രത്തിൽ നിന്ന് അല്പം ഭസ്മമെടുത്ത് പുരട്ടിയപ്പോൾ സുഹാസിനി ഉണർന്നെണീറ്റു. അവൾ മുമ്പിൽ നിൽക്കുന്ന അപരിചിതനെ കണ്ട് അമ്പരന്നു. പിന്നെ തിരക്കി, അങ്ങ് ആരാണ്? എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? മുനി അറിഞ്ഞാൽ ശപിച്ച് കരിങ്കല്ലാക്കി കളയും. വേഗം പുറത്തു പോകുകയാണ് അങ്ങേക്ക് നല്ലത്. ഉജ്ജയിനിലെ ചക്രവർത്തിയായ വിക്രമാദിത്യൻ ഒരു മുനിയുടെ കോപത്തെ ഭയപ്പെടുമെന്ന് നീ കരുതുന്നുണ്ടോ? തൻ്റെ മുന്നിൽ ആഗതനായിരിക്കുന്നത് വിക്രമാദിത്യനാണെന്നറിഞ്ഞ് അവൾ പെട്ടെന്ന് ചിരിച്ചു. അപ്പോൾ കുറെ മുത്തുകൾ ചിതറി വീണു. വിക്രമാദിത്യൻ അവ വാരിയെടുത്തു. സുഹാസിനി അപേക്ഷിച്ചു, പ്രഭു, എന്നെ രക്ഷിക്കാൻ ഈ ഭൂമിയിൽ അങ്ങയ്ക്ക് മാത്രമേ സാധ്യമാകൂ. സ്വാർത്ഥമൂർത്തിയായ ഈ മുനി എൻ്റെ അച്ഛനമ്മമാരെയും നാട്ടുകാരെയും കല്ലാക്കി മാറ്റിയാണ് എന്നെ അപഹരിച്ചിരിക്കുന്നത്. അവിടുന്ന് എന്നെ രക്ഷിക്കണം. വിക്രമാദിത്യൻ രാജകുമാരിയോട് പറഞ്ഞു, അല്പം കൂടി ക്ഷമിക്കൂ. ഈ മുനിയെ കൊല്ലാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിന് നിന്റെ സഹകരണം കൂടി ആവശ്യമാണ്. ഞാൻ പഴയപടി നിന്നെ കൊന്നുകൊണ്ട് എവിടെയെങ്കിലും മറഞ്ഞിരിക്കാം. മുനി വന്ന് ജീവിപ്പിക്കുമ്പോൾ നീ പിണക്കം നടിച്ചിരിക്കണം. അയാൾ കാരണം ചോദിക്കുമ്പോൾ മരിച്ചുപോയ അച്ഛനമ്മമാരെ ജീവിപ്പിക്കാനുള്ള വഴി സൂത്രത്തിൽ ചോദിച്ചു മനസ്സിലാക്കണം. കൂടാതെ അയാൾ മരിക്കണമെങ്കിൽ എങ്ങനെ വേണമെന്നും ചോദിച്ചറിയണം. സാവധാനത്തിൽ വേണം ഇതെല്ലാം ഗ്രഹിക്കാൻ. മുനിക്ക് യാതൊരു സംശയത്തിനും ഇടവരുത്തരുത്. നാളെ രാവിലെ ഞാൻ വരുമ്പോൾ നീ ഉണ്ടായ സംഭവങ്ങളെല്ലാം വിശദീകരിച്ച് പറയണം. ബാക്കി കാര്യം ഞാൻ ഏറ്റു. എങ്ങനെയെങ്കിലും ഈ ആപത്തിൽ നിന്ന് രക്ഷ നേടുന്നതിനു വേണ്ടി സുഹാസിനി എന്ത് ചെയ്യാനും ഒരുക്കമായിരുന്നു. വിക്രമാദിത്യൻ അവളെ പഴയ രീതിയിൽ തന്നെ ഉടലും ശിരസും ഛേദിച്ച് 2 സ്ഥാനങ്ങളിലാക്കി വെക്കുകയും വേതാളത്തെ രഹസ്യമായി മുനിയുടെ സംഭാഷണം കേൾക്കാൻ നിയോഗിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്തു. പൂജാതി കർമ്മങ്ങൾ കഴിഞ്ഞ് മുനി ഗുഹയിൽ മടങ്ങി വന്ന് സുഹാസിനിയെ ജീവിപ്പിച്ചു. അന്നേരം അവൾ സ്നേഹത്തോടെ ആ മുനിയോട് ചോദിച്ചു, മഹർഷേ, അങ്ങ് ദിവസവും എന്നെ കൊന്നിടുന്നത് കൊണ്ട് എനിക്ക് ഭയമുണ്ട്. ഒരു തവണ എന്നെ ജീവിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ? അതിന് ഞാൻ ഇല്ലാതാകേണ്ടേ? എന്നെ നശിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. അതിന് കെൽപ്പുള്ള ആരും ഇന്നേ വരെ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുമില്ല. മുനി മറുപടി പറഞ്ഞു, അങ്ങയുടെ ജീവിത രഹസ്യം എന്താണ്? അപ്പോൾ മുനി പറഞ്ഞു, ഞാൻ മരിക്കണമെങ്കിൽ ചില അമാനുഷിക സിദ്ധികൾ കൈവശമുള്ളവർ ഈ ഭൂമിയിൽ ജനിക്കണം. ഒറ്റവെട്ടിന് എൻ്റെ തലയറുക്കണം. ഒരു തുള്ളി രക്തം പോലും താഴെ വീഴാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ ഓരോ തുള്ളി രക്തവും എന്നെ പോലുള്ളവരായി ജീവിച്ചെഴുന്നേൽക്കും.
കൂടാതെ ശിരസ് 3.5 നാഴിക നേരം ആകാശത്തിൽ തന്നെ നിർത്തി യജ്ഞകുണ്ഡത്തിൽ അർപ്പിക്കണം. ഇങ്ങനെ ചെയ്യാൻ ആർക്കും സാധിക്കുകയില്ല. പിന്നെയും സുഹാസിനി ചോദിച്ചു, അങ്ങ് ദീർഘകാലം ജീവിക്കുമെന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ സ്വാമി, എൻ്റെ മാതാപിതാക്കന്മാരുടെ സ്ഥിതിയോ? അവർ ഇപ്പോഴത്തെ നിർജീവാവസ്ഥയിൽ നിന്ന് മോചനം നേടുകയില്ലേ ഒരിക്കലും? അപ്പോൾ മുനി പറഞ്ഞു, അതും ഒരു രഹസ്യമാണ്. അവരുടെയെല്ലാം ജീവൻ ഒരു കുടത്തിലാക്കി കാളി ക്ഷേത്രത്തിലെ ബലിപീഠത്തിനടിയിൽ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള കരിമ്പിൻ തോട്ടത്തിൽ വിഹരിച്ചു നടക്കുന്ന ഒരു മതയാനിയെ ദേവിക്ക് ബലിയർപ്പിച്ച് ആ ചെപ്പുകുടം ഉടയ്ക്കുകയാണെങ്കിൽ ജീവനെല്ലാം പുറത്തു വരികയും നിന്റെ മാതാപിതാക്കന്മാരും നാട്ടുകാരും ജീവിക്കുകയും ചെയ്യും. സകല രഹസ്യങ്ങളും ചോർത്തിയെടുക്കാൻ കഴിഞ്ഞതിൽ സുഹാസിനി ആഹ്ലാദവതിയായി. ഇനി മുനിയുടെ ആയുസ് അവസാനിക്കുകയാണല്ലോ. എല്ലാ സംഭാഷണങ്ങളും മറഞ്ഞിരുന്നു കേട്ട വേതാളം ഓടിച്ചെന്ന് വിക്രമാദിത്യനോട് വിവരങ്ങളൊക്കെ പറഞ്ഞു. രക്തം മുഴുവൻ താൻ കുടിച്ചു തീർക്കാമെന്നും ഒറ്റവെട്ടിന് മുനിയുടെ തലയറുക്കണമെന്നും വേതാളം രാജാവിനെ ഉപദേശിച്ചു. പിറ്റേ ദിവസം ഇരുവരും രഹസ്യമായി ആ ഗുഹയിൽ പ്രവേശിച്ച് ഒളിച്ചിരുന്നു. മുനി അടുത്തെത്തിയപ്പോൾ വേതാളം ഒരു ശബ്ദം പുറപ്പെടുവിച്ചു. താൻ കേട്ടത് എന്തിൻ്റെ ശബ്ദമാണെന്നറിയാൻ അയാൾ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും വിക്രമാദിത്യന്റെ മന്ത്രവാൾ അയാളുടെ കഴുത്തിൽ പതിച്ചു. വേതാളം ഓടിയെത്തി ആ രക്തം മുഴുവൻ കുടിച്ചു വറ്റിച്ചു. വിക്രമാദിത്യൻ മുനിയുടെ ശിരസ്സെടുത്ത് 3.5 നാഴിക നേരം ആകാശത്തിൽ നിർത്തുകയും അനന്തരം യജ്ഞകുണ്ഡത്തിൽ അർപ്പിക്കുകയും ചെയ്തു. അയാളുടെ കഥ അങ്ങനെ അവസാനിച്ചു. വിക്രമാദിത്യൻ പിന്നീട് പോയത് കരിമ്പിൻ തോട്ടത്തിലേക്കായിരുന്നു. അവിടെ ഒരു മതയാന നിൽപ്പുണ്ടായിരുന്നു. അദ്ദേഹം അതിനെ പിടിച്ചുകൊണ്ടുവന്ന് ക്ഷേത്രത്തിന്റെ ബലിപീഠത്തിൽ ബലി കഴിച്ചു. പിന്നെ ചെപ്പുകുടത്തിൽ നിന്ന് ആത്മാക്കളെ വേർപെടുത്തുകയും സുഹാസിനിയെ ജീവിപ്പിക്കുകയും ചെയ്തു. വാരണ രാജ്യത്തിലെ രാജാവും ജനങ്ങളും പെട്ടെന്ന് ജീവിച്ചു. കഴിഞ്ഞുപോയ സംഭവങ്ങളെക്കുറിച്ച് അവർക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. തങ്ങളേതോ മയക്കത്തിൽ പെട്ടുപോയിരുന്നു എന്ന് മാത്രം അവർ ധരിച്ചു. മകളെ കാണാതെ രാജാവ് ദുഃഖിച്ചു. അവൾ മലഞ്ചെരുവിലുള്ള ഗുഹയിലാണെന്ന് പിന്നീട് അയാൾ മനസ്സിലാക്കി. രാജാവ് പരിവാര സമേതം ഗുഹയിലെത്തി. തൻ്റെ മകളെ കണ്ട് ആലിംഗനം ചെയ്തു. അവൾ കഴിഞ്ഞുപോയ ഭീകര സംഭവങ്ങളെല്ലാം സവിസ്തരം പ്രതിപാദിച്ചു. അപ്പോഴാണ് രാജാവിന് തങ്ങൾ ശിലാരൂപങ്ങളായി കിടക്കുകയായിരുന്നു എന്ന് മനസ്സിലായത്. ഭുവനപ്രസിദ്ധനായ വിക്രമാദിത്യനാണ് തങ്ങളെ രക്ഷിച്ചതെന്നറിഞ്ഞ് അയാൾക്ക് സന്തോഷമായി. വിക്രമാദിത്യനെ വാദ്യമേളങ്ങളോടെ രാജധാനിയിലേക്ക് കൊണ്ടുപോവുകയും സൽക്കരിക്കുകയും ചെയ്തു. അടുത്ത ശുഭമുഹൂർത്തത്തിൽ വിക്രമാദിത്യനും സുഹാസിനിയും വിവാഹിതരായി. അവർ ലീലാവിനോദങ്ങളിൽ ഏർപ്പെട്ടിരിക്കെ സുഹാസിനി ചിരിക്കുകയും വിക്രമാദിത്യൻ ആ രത്നങ്ങളെല്ലാം എടുത്ത് സൂക്ഷിക്കുകയും ചെയ്തു. കുറേ ദിവസം അദ്ദേഹം അവിടെ ജീവിച്ചു. അപ്പോഴേക്കും കോസല രാജ്യത്തേക്ക് മടങ്ങിപ്പോകേണ്ട സമയമായി. അദ്ദേഹം വാരണ രാജാവിനോട് തൻ്റെ ശനിദശയെപ്പറ്റിയും അവിടേക്ക് വരാനുണ്ടായ കാരണത്തെപ്പറ്റിയും പറഞ്ഞ് മടക്കയാത്രയ്ക്ക് അനുമതി ആവശ്യപ്പെട്ടു. പിറ്റേ ദിവസം അദ്ദേഹം സുഹാസിനിയുമൊത്ത് ഒട്ടേറെ ധനസമ്പത്തുക്കളുമായി കോസല രാജ്യത്തേക്ക് യാത്ര തിരിച്ചു. രാജാവിനോട് പറഞ്ഞിരുന്ന അവധി തീരുന്നതിന് മുമ്പ് അവർ അവിടെ എത്തിച്ചേർന്നു. രത്നങ്ങൾ കണ്ട് രാജാവ് സന്തോഷിക്കുകയും സേനാധിപതിയുടെ ധീരതയെ പ്രശംസിക്കുകയും ചെയ്തു. തൻ്റെ ശ്രമം പാഴായിപ്പോയതോർത്ത് അദ്ദേഹത്തിന് മനോവിഷമമുണ്ടായി. പക്ഷേ അത് പ്രകടിപ്പിക്കാൻ സാധ്യമല്ലല്ലോ. തനിക്ക് മാത്രം അറിയാവുന്ന ആ രഹസ്യം അദ്ദേഹം പുറത്താക്കിയില്ല. രത്നമാലികയോടും സുഹാസിനിയോടുമൊപ്പം ജയസേനൻ എന്ന പേരിൽ വിക്രമാദിത്യൻ പൂർവാധികം സുഖത്തോടെ ജീവിതം നയിക്കാൻ തുടങ്ങി.